താലത്തിലുള്ള രസീതും മഞ്ഞും കണ്ടപ്പോൾ ഇതൊരു അമ്പലത്തിലെ പ്രസാദമാണെന്ന് തോന്നിയില്ലേ? അതേന്നേ, ഇതൊരു അമ്പലത്തിലെ പ്രസാദമാണ്. ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ വൺ സൈഡ് 81 കിലോമീറ്റർ, ടോട്ടൽ 162 കിലോമീറ്റർ. ഈ അമ്പലത്തിൽ പോയി ഒരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞ ആളുടെ ഇഷ്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ കിലോമീറ്ററുകൾ എനിക്കൊരു പ്രതിസന്ധിയായി തോന്നിയതേയില്ല. തെക്കൻ പഴനി എന്നറിയപ്പെടുന്ന ആലപ്പുഴ തലവടി ബാലമുരുക ക്ഷേത്രത്തിലാണ് ഈ വ്യത്യസ്തമായ ആചാരമുള്ളത്. ആലപ്പുഴ ബോട്ടിച്ചെട്ടിയിൽ നിന്നും 2 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ അമ്പലം ഹൈവേ സൈഡായതിനാൽ എത്തിച്ചേരുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ മഞ്ച് വഴിപാട് എന്ന് തുടങ്ങി എന്നതിനെപ്പറ്റി ആർക്കും യാതൊരു വലിയ പിടുത്തവുമില്ല. ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണുന്നതിന് മുൻപ് ക്ഷേത്രത്തിലെ പുറത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് തരാം. ഈ ഗുരുനാഥൻ പ്രതിഷ്ഠയ്ക്ക് ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയുമായി വലിയൊരു ബന്ധമുണ്ട്. എല്ലാ വർഷവും പഴനിയിൽ പോകുന്ന ഗുരുനാഥന് വാർദ്ധക്യം മൂലം പഴനിയിൽ പോകുവാൻ സാധിച്ചിരുന്നില്ല. സുബ്രഹ്മണ്യ ഭക്തനായ ഗുരുനാഥൻ്റെ വിഷമം മനസ്സിലാക്കിയ വേലായുധൻ ഗുരുനാഥന് സ്വപ്നദർശനം നൽകിയെന്നും ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കാർത്തികേയ ചൈതന്യം ഉണ്ടാകുമെന്നും തന്നെ കാണുവാൻ ഇവിടെ വന്നാൽ മതിയെന്നും അരുൾ ചെയ്തു. അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിതമായത്. പഴനിയിൽ നിന്നും എത്തിയ സ്കന്ദൻ എന്ന മയിലിന് ഭക്തർ മഞ്ച് നൽകുന്നത് നിത്യസംഭവമാണ്. സ്കന്ദൻ്റെ അടുത്ത് തന്നെയാണ് ഭഗവാന്റെ രഥം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയായി നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠയുമുണ്ട്. ഇതൊരു മഹാക്ഷേത്രം ആയതിനാൽ ദിവസവും 5 പൂജയും 3 നേരം ശീവേലിയുമുണ്ട്. എന്നും ഇവിടെ കാവടി നേർച്ചയും തലമുണ്ടകവും ചെയ്യാറുണ്ട്. ക്ഷേത്രത്തിൽ ശാസ്താവ്, ഗണപതി, കൃഷ്ണൻ, ഭദ്രകാളി, മഹാദേവൻ എന്നീ പ്രതിഷ്ഠകളുണ്ട്. കൃഷ്ണഭഗവാന്റെ മുൻപിലുള്ള മഞ്ചാടികൾ 3 പിടി ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ അഭീത കാര്യം നടക്കും എന്നൊരു വിശ്വാസവുമുണ്ട്. മഞ്ചുമായി ബന്ധപ്പെട്ട 2 കഥകളാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. അന്യമതത്തിൽ ഉള്ള ഒരു കുട്ടി ക്ഷേത്രത്തിൽ കയറി. ഇതറിഞ്ഞ കുട്ടിയുടെ മാതാപിതാക്കൾ വഴക്ക് പറഞ്ഞെന്നും തുടർന്ന് ആ കുട്ടിക്ക് മാനസികമായ വിഭ്രാന്തി വരികയും തന്മൂലം ആ മാതാപിതാക്കൾ കുട്ടിയുമായി ക്ഷേത്രത്തിൽ എത്തുകയും പൂജാരിയുടെ നിർദ്ദേശപ്രകാരം കുട്ടിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങി ഭഗവാന് നൽകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് കുട്ടി മഞ്ച് വാങ്ങി ഭഗവാൻ സമർപ്പിച്ച ശേഷം കുട്ടിയുടെ എല്ലാ വിഭ്രാന്തിയും മാറി എന്നൊരു കഥയാണ്. മറ്റൊരു കഥ, തൊഴിൽ സംബന്ധമായി പ്രശ്നങ്ങൾ ഏൽക്കുന്ന ഒരു ഗൃഹനാഥൻ തൻ്റെ കുട്ടിയുമായി അമ്പലത്തിൽ എത്തുകയും പ്രാർത്ഥിച്ച ശേഷം തിരികെ പോകുമ്പോൾ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന 2 മഞ്ചിൽ ഒരെണ്ണം കാണാതെ വരികയും അത് എവിടെയെന്ന് പിതാവ് അന്വേഷിച്ചപ്പോൾ അത് ഭഗവാന് കൊടുത്തു എന്ന് കുട്ടി പറഞ്ഞു. ആ ഗൃഹനാഥൻ്റെ എല്ലാ പ്രശ്നങ്ങളും അതോടെ ഭഗവാൻ തീർപ്പാക്കിയതായും അതിൻ്റെ സ്മരണയ്ക്കായാണ് ഇവിടെ മഞ്ച് സമർപ്പിക്കുന്നത് എന്നുമാണ് മറ്റൊരു കഥ.